യേശുവെ നന്ദി, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ പുതിയ പ്രഭാതത്തിൽ കർത്താവിനോട് നമ്മെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നീ നിൻ്റെ മഹത്വം നശിപ്പിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിഷയമാണ്, നീ നിൻ്റെ മഹത്വം നശിപ്പിക്കരുത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുലിഖിതം, ബൈബിളൊക്കെ ഉണ്ട്, എല്ലാവരും എടുത്തു. അത് ഉപയോഗിച്ച് നമുക്ക് വചനം ഒരുമിച്ച് വായിച്ച് കൂടുതൽ ശക്തിപ്പെടാം. 1 യോഹന്നാൻ 4:4, അതിൻ്റെ 2-ാം ഭാഗം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ബൈബിളിൽ അതില്ലേ? ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് ഇന്നുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ജീവിതത്തിൽ കുറവുകളുണ്ടാകാം, പരിമിതികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിലുള്ളവൻ, നമ്മുടെ ഉള്ളിലുള്ളവൻ യേശുവാണ്. ആ യേശുവിനെ തിരിച്ചറിയുന്ന വ്യക്തിക്ക് ഒരു ശക്തിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര കുറവുണ്ടെങ്കിലും ആ വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കും. അതിന് ഏറ്റവും വലിയൊരു തെളിവ് ഇന്നലെ തൃശ്ശൂർ വ്യാകുലമാതാവിൻ്റെ പുത്തമ്പള്ളിയിൽ ഇന്നലെ സംഭവിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ 2024 മെയ് മാസം 2-ാം തീയതിയായിരുന്നു. ഇന്നലെ ഇന്ത്യയിൽ ആദ്യമായി കേൾവി ശക്തിയില്ലാത്തതും അതുപോലെ സംസാരിക്കാൻ പറ്റാത്തതുമായ ഒരു ഡീക്കൻ ജോസഫ് തേർമഠം, അദ്ദേഹം ഇന്നലെ പൗരോഹിത്യം സ്വീകരിച്ചു. സംസാരശക്തിയില്ല, കേൾവി ശക്തിയില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്നലെ ബസലിക്ക പള്ളിയിൽ വെച്ച് വ്യാകുലമാതാവിൻ്റെ പള്ളിയിൽ ആൻഡ്രൂസ് പിതാവിൻ്റെ കൈവെപ്പിലൂടെ പൗരോഹിത്യത്തിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇന്ത്യയിലെ 6 കോടിയോളം ആൾക്കാർ, സംസാരിക്കാൻ പറ്റാത്തവരും കേൾക്കാൻ പറ്റാത്തവരും അങ്ങനെയുള്ളവരുണ്ട്. 6 കോടി ആൾക്കാർ. അതിൽ ഒരുവനായി ദൈവം ഈ ജോസഫ് ബ്രദറിനെ തിരഞ്ഞെടുത്തു. ഇന്നലെ പുരോഹിതനായി അദ്ദേഹം അഭിഷേകം ചെയ്യുകയാണ്. അദ്ദേഹം തൃശ്ശൂർ തലക്കോട്ടുകര ഇടവാങ്ങുവാണ്. തേർമഠത്തിൽ തോമസ് റോസി ദമ്പതികളുടെ ഇളയ മകൻ. ജന്മന സംസാരിക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. നമുക്കറിയാം, മാതാപിതാക്കന്മാർ ഒരുപക്ഷെ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ ജനിച്ചത്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് നമുക്കൊരു ഭാരമായി മാറില്ലേ, ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. ചിലപ്പോൾ ബന്ധുക്കൾ പറയാം, ഇത് ശാപമാണ്, ഇതല്ലെങ്കിൽ ഏതോ പൂർവീയ ശാപത്തിൻ്റെ ഫലമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിലൂടെ, പരിമിതികളിലൂടെ കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ മുംബൈയിൽ പഠിച്ചു. അതിനുശേഷം പഠനത്തിൽ മിടുക്കനായ ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അറിയുന്നത് കാഴ്ചശക്തിയില്ലാത്ത ഒരാൾ വൈദികനായി. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്കറിയാം, സംസാരിക്കാൻ പറ്റാത്തവരും കേൾവി ശക്തി അങ്ങനെ കുറവുള്ളവരെ സെമിനാരി എടുക്കൂ, അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരൻ കാഴ്ചശക്തിയില്ലാത്ത ഒരാൾ വൈദികനായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ഡൊമിനിക്കൻ മിഷണറീസ് ഓഫ് ഡെഫ് എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൽ ചെല്ലുകയും അവിടെ സെമിനാരി ചേർന്നു. 2012 അദ്ദേഹം നിത്യവ്രത വാഗ്ദാനം ചെയ്തു. പിന്നീട് കേൾവി വെല്ലുവിളികളെ നേരിടുന്നവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രിഗേഷനെ കുറിച്ച് അദ്ദേഹം കേട്ടു. ആ കോൺഗ്രിഗേഷൻ പേരാണ് മിഷണറീസ് ഓഫ് ഹോളി ക്രോസ്. ഇങ്ങനെയുള്ള ഒരു കോൺഗ്രിഗേഷനെ കുറിച്ച് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം ഈ കോൺഗ്രിഗേഷനിലേക്ക് 2017 അദ്ദേഹം ചേരുകയാണ്. പിന്നീട് ആ കോൺഗ്രിഗേഷൻ നേതൃത്വത്തിൽ കേരളത്തിൽ നവധ്വനി എന്ന പേരിൽ കോട്ടയത്തുള്ള ആ സഭയുടെ ഒരു സ്ഥാപനത്തിൽ ബദിരമൂക ശൈലിയിലുള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിൽ പോയി പരിശീലനം അദ്ദേഹം പൂർത്തിയാക്കി
ഈ പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം പിന്നീട് പൂനെയിൽ പോയി വൈദിക പരിശീലനം പൂർത്തിയാക്കി ഇന്നലെ അദ്ദേഹം വൈദികനായി മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം വൈദികനായി അദ്ദേഹം മാറി ഈ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൽ ചേർന്ന് അദ്ദേഹം വൈദികനാകാൻ എടുത്ത തീരുമാനമെന്ന് പറയുന്നത് 6 കോടിയോളം ആൾക്കാർ സംസാരിക്കാൻ അതുപോലെ കേൾക്കാൻ ശക്തിയില്ലാത്തവർ, ജന്മന ഉള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ഈ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിനുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വരികയാണ്. ലോകത്തിൽ അങ്ങനെ 25 പേര് അച്ഛന്മാരുണ്ട്. 26ാമത്തെ വൈദികനായിട്ട് അദ്ദേഹം അഭിഷിക്തനായി മാറുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പരിമിതികളിലൂടെ കടന്നു പോകുമ്പോൾ അപകർഷതാബോധത്തിലൂടെയും അതുപോലെ നിരാശയിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒറ്റപ്പെട്ടവനായിട്ടും എല്ലാം മാറാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഒരുപക്ഷെ അധ്യാപകർ സപ്പോർട്ട് ചെയ്തു. അതിലുപരി ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയാനിടയായി. അങ്ങനെ ദൈവസ്നേഹമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശക്തമായിട്ടൊരു ദൈവാനുഭവം ജീവിതത്തിൽ കടന്നു വന്നു. ഈ പരിമിതികളുണ്ടെങ്കിലും ക്രിസ്ത്യാനിയായി ജനിച്ച ഈ ഡീക്കനെ സംബന്ധിച്ചിടത്തോളം, ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, അച്ഛൻ തൻ്റെ വിശ്വാസം, തൻ്റെ കഴിവുകൾ, യേശുവിലൂടെ ലഭിക്കുന്ന ഈ വിശ്വാസ ശക്തി ജീവിതത്തിൻ്റെ പരിമിതികളെ തകർത്ത് കളയാനായിട്ട് പ്രേരിപ്പിച്ചില്ല എന്നുള്ളതാണ്. യേശുവിലുള്ള ഈ ശക്തി, തൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ ശക്തനാണ് എന്നൊരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടായപ്പോൾ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഇന്ന് കുറവുള്ള ആൾക്കാർ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പലരും ആത്മഹത്യ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്. ഒരു പ്രതിസന്ധി വന്നു, ഒരു ഞെരുക്കം വന്നു, ആ ഞെരുക്കത്തെ അതിജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടമായി ഇത്. അപ്പം ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, യേശുവിനോടുള്ള സ്നേഹത്തിൽ തൻ്റെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയതുകൊണ്ട് കർത്താവിൻ്റെ സഭയിൽ ഒരു പുരോഹിതനായി മാറി അദ്ദേഹം തന്നെപ്പോലെയുള്ളവരുടെ ഉയർച്ചയ്ക്കും അവരുടെ മാനസികമായ വളർച്ചയ്ക്കും ഭൗതികമായ സമൃദ്ധിക്കുമെല്ലാം വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് തിരിച്ചറിയണം ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം. നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ തകർക്കപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങൾ, 1 യോഹന്നാൻ 3:1 മുതലുള്ള തിരുലിഖിതങ്ങൾ, അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിവാക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ് എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ഞെരുക്കങ്ങളിൽ, തകർച്ചയിലൂടെ പോകാതെ അവൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി മാറും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വീണ്ടും നമ്മൾ ഏതാനും ദൈവവചനങ്ങൾ കാണുമ്പോൾ നമ്മുടെ മഹത്വം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അതിൻ്റെ മഹത്വവും നമ്മൾ തിരിച്ചറിയണം. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുലിഖിതം. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുലിഖിതം.
ചേട്ടൻ മൈക്കിലൂടെ വായിച്ചു, അപ്പോൾ എല്ലാവരും കേൾക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് വായിക്കാം എല്ലാവരും ചേർന്ന്. ഗലാത്യ 3:26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാം ദൈവപുത്രന്മാരാണ്. നമ്മൾ അനാഥരല്ല. ആരെല്ലാം അവഗണിച്ചാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ അനാഥരല്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. മദർ തെരേസ പറയുന്നുണ്ട്, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അനാഥത്വം ഫീൽ ചെയ്യുന്നതാണ്. ആരും സ്നേഹിക്കാനില്ല, പരിഗണിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മദർ തെരേസയുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് മദർ തെരേസ ഒരു കന്യാസ്ത്രീയായി മാറിയത്. പാവങ്ങളിടയിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായത്. അതിനെക്കുറിച്ച് മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്. മദർ തെരേസ ഡൽഹിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽബേനിയയിൽ നിന്നും അമ്മയുടെ ഒരു ലെറ്റർ കിട്ടി. അമ്മയുടെ ലെറ്റർ കിട്ടിയപ്പോൾ ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ മദർ തെരേസയുടെ അമ്മ ആ വീട്ടിൽ പോയി ഒരു പ്രായമായ ഒരു അമ്മച്ചിക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ചയിലും. ഈ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ആ വീട്ടിൽ ചെന്ന് വീട് അടിച്ചു വൃത്തിയാക്കും. പ്രായമായ ഒരു അമ്മച്ചി, ഒന്നും സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്ത അമ്മച്ചി, ഈ അമ്മച്ചിക്ക് വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും, വീട് വൃത്തിയാക്കി കൊടുക്കും, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കും. മദർ തെരേസ ഉൾപ്പെടെയുള്ള മക്കളെ കൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം ആ വീട്ടിൽ പോയി ശുശ്രൂഷ ചെയ്തിരുന്നു, സഹായിച്ചിരുന്നു. അങ്ങനെ സഹായം സ്വീകരിച്ച് നൽകിയ ഈ അമ്മ മരിച്ചുപോയി എന്ന വിവരം ആഗ്നസിനെ അറിയിക്കുകയാണ്, മദർ തെരേസയെ അറിയിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞു, മരിക്കുമ്പോൾ ഈ അമ്മച്ചിക്കുണ്ടായിരുന്ന ഏക വിഷമം എന്ന് പറയുന്നത് മക്കളാരും തിരിഞ്ഞു നോക്കിയില്ല. ഭക്ഷണം കിട്ടാത്ത കുഴപ്പമോ അല്ലെങ്കിൽ ശുശ്രൂഷകൾ കിട്ടാത്തതോ അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങളോ അല്ല, ഇതെല്ലാം മദർ തെരേസയുടെ അമ്മച്ചിയെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള അനാഥത്വം ഫീൽ ചെയ്തു എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് ഈ ലെറ്ററിലൂടെ അറിയിക്കുകയാണ്. ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ ജീവിതത്തിൽ അടിമുടി മാറാൻ ഒരു കാരണം അതാണെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർഷികധ്യാനത്തിന് പോകുന്നു. ട്രെയിൻ ചേരിയിലൂടെ പോകുമ്പോൾ പാവപ്പെട്ടവരെ കാണുന്നു, അനാഥരെ കാണുന്നു, അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരെ കാണുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ള ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അനാഥത്വം അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചു അല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. കാരണം ദൈവം നമ്മെ തൻ്റെ പുത്രരാക്കി നമ്മെ മാറ്റി. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിലിഖിതം നമുക്ക് ഒരുമിച്ച് വായിക്കാം, ഒന്നുകൂടി വായിക്കാം. അതിൽ വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യമായി നമ്മുടെ ജീവിതങ്ങളിൽ വരാൻ നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അപ്പൊ ദൈവത്തിന് വചനം പറയാം, നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, എന്നാൽ നമ്മൾ അങ്ങനെ തന്നെ. അടിയുറച്ച് പറയുകയാണ്, അടി വര ഇട്ട് പറയുക, ഉറപ്പിച്ചു പറയുകയാണ്, നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം കൂടെയുണ്ട്. ഹെബ്രായ ലേഖനം 2:6-7 വചനങ്ങൾ. ഹെബ്രായ ലേഖനം 2:6-7 വചനങ്ങൾ. ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്?
ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങളിലാക്കി കീഴിലാക്കി. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അവിടുന്ന് സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് നമ്മെ ദൈവം കിരീടമണിയിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വചനം പറയാം, നമ്മുടെ മഹത്വം, ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം തിരിച്ചറിയണം. ഒരു പ്രതിസന്ധിയിൽ തകർന്നു പോകേണ്ടവനല്ല ഒരു ക്രിസ്ത്യാനി. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല ഒരു ക്രിസ്ത്യാനി. ഒരു ക്രിസ്ത്യാനി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൽ പരം വേറെ സങ്കടമില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു ക്രിസ്ത്യാനി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ, യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി, യേശുവിനെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തെ ഒരു വിഷമമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മാംസപിണ്ഡമല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മാംസപിണ്ഡമല്ല. അതിനേക്കാൾ ഉപരി അവനൊരു മഹത്വമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, മനുഷ്യൻ്റെ ഭൗതിക ഘടന നമ്മൾ പരിശോധിച്ചാൽ, അത് അപഗ്രഥിച്ചാൽ, മനുഷ്യ ശരീരം കുറേ മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, മനുഷ്യൻ കുറേ മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ട കാര്യമൊന്നും അല്ലയും. മനുഷ്യ ശരീരത്തിൽ പലതരത്തിൽ മൂലകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 65% ഓക്സിജനാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ 65% ഓക്സിജനുണ്ട്, 18% കാർബനുണ്ട്, 9% ഹൈഡ്രജനുണ്ട്, 3.2% നൈട്രജനുണ്ട്, 1.5% കാൽസ്യം ഉണ്ട്, അതുപോലെ തന്നെ 1% ഫോസ്ഫറസ് ഉണ്ട്, 0.4% പൊട്ടാസ്യം ഉണ്ട്, 0.3% സൾഫറുണ്ട്, 0.2% വീതം സോഡിയവും അതുപോലെ തന്നെ ക്ലോറിയവും ഉണ്ട്, 0.1% മഗ്നീഷ്യം ഉണ്ട്, 1% അതിൽ താഴെ വരുന്ന ഇതര ഘടകങ്ങളെല്ലാം ചേർന്നതാണ് ഈ മനുഷ്യ ശരീരം. എൻ്റെ നിങ്ങളുടെ ശരീരം ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളുള്ള മൂലകങ്ങളുള്ള ഒരു മാംസപിണ്ഡം മാത്രമല്ല ഇത്. അത് നമ്മൾ തിരിച്ചറിയണം. ഇത്രയും കാര്യങ്ങളുള്ള ഒരു മാംസപിണ്ഡമല്ല മനുഷ്യ ശരീരം. ഇതിന് ചില മഹത്വങ്ങളുണ്ട്, ഇതിന് ചില അർത്ഥങ്ങളും മൂല്യങ്ങളുമുണ്ട്. അപ്പോൾ കുറേ മൂലകങ്ങളുടെ സമ്മിശ്രിതമായിട്ട് ചേർക്കപ്പെട്ട ഒരു വ്യക്തിയായി മാത്രം ഈ ശരീരത്തെ നമ്മൾ നിർവചിക്കരുത്. ഈ മൂലകങ്ങളുടെ സമ്മിശ്രമായി മനുഷ്യന് വില നൽകുന്നത്, ശ്രേഷ്ഠത നൽകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ സാന്നിധ്യവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും യേശുവിൽ വിശ്വസിക്കുന്ന, മാമോദീസ സ്വീകരിക്കുന്ന, ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്ന ഈ മാംസപിണ്ഡത്തിന് മൂല്യത നൽകുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ശരീരത്തിന് മൂല്യത നൽകുന്നത്, മൂല്യം നൽകുന്നത്, വില നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനുഷ്യന് ശ്രേഷ്ഠത നൽകുന്ന എന്താണെന്നും മൂല്യം നൽകുന്ന എന്താണ് എന്നും അവിടെ ദൈവത്തിന് വചനം പഠിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ദൈവമായ കർത്താവ്. എല്ലാവരും എടുത്തിട്ട് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും എടുത്തില്ല? ഉൽപ്പത്തി പുസ്തകം 2:7 ഒരുമിച്ച് വായിക്കാം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, മനുഷ്യൻ ജീവനുള്ളവനായി തീരാനുള്ള കാരണം അവനെ ദൈവം മെനഞ്ഞ്, മണ്ണിൽ നിന്ന് മെനഞ്ഞ് അവൻ്റെ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് നിശ്വസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ മാമോദീസായിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ദൈവം നിവസിപ്പിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായി മാറുകയാണ്. പിന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവും അവൻ്റെ ശരീരവും ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്.
ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയല്ല. നിനക്ക് ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ടാകും, പാൻ കാർഡ് കാണും, അത് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ഇതെല്ലാം ചെയ്ത് ഗവൺമെൻറ് നിൻ്റെ മേലൊരു പേരോ മുദ്രയോ ഇട്ട് വെച്ചാലും ശരി, അതിലുപരി മായ്ക്കപ്പെടാൻ പറ്റാത്ത ഒരു മുദ്ര നിനക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്. ഗോഡ്സ് ഓൺ കൺട്രിയാണ്. കേരളത്തെക്കുറിച്ച് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം, പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആലയമായതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അപ്പം അതുകൊണ്ട് കോർന്തോസുകാർക്ക് 1 ലേഖനം 6 അധ്യായം അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആരുടെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ശരീരമെന്ന്. 6 അധ്യായം 13 മുതലുള്ള വചനങ്ങൾ വായിക്കാം. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഇപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ഈ ശരീരം അതിനെല്ലാം ദൈവം സ്വന്തമാക്കിയത് കൊണ്ട് ഈ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ഈ ശരീരം അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവുള്ളവൻ അവൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കും. കർത്താവിൻ്റെ പ്രോപ്പർട്ടിയായത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വികാരിച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാധാരണ ചെല്ലുന്ന സ്ഥലങ്ങളിലും എല്ലാം ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും വന്നിരുന്ന് പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, 24 മണിക്കൂർ നിത്യാരാധന ചാപ്പലുണ്ട്, എത്ര മാസം വേണമെങ്കിലും വന്നിരുന്ന് പ്രാർത്ഥിക്കാം, ഭക്ഷണവും താമസം സൗജന്യമാണ്, വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ വികാരിച്ചൻ ഞാനൊരു സ്ഥലത്ത് പറയുന്നത് കേട്ടു. അച്ഛൻ്റെ പള്ളിയിൽ ഒരു ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞു കേട്ടു. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇടവയിൽ ഒരു കുടുംബം ഡൈവോഴ്സിലൂടെ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യോ, അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടോണം പറഞ്ഞു. ആ സ്ത്രീയെ പറഞ്ഞു വിട്ടു. സ്ത്രീ പിണങ്ങിപ്പോയി, കുടുംബനാഥ പിണങ്ങിപ്പോയി, ഒരു 3 മാസമായിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിണങ്ങിപ്പോയി, അങ്ങനെ കുറച്ച് അടിപിടി കേസൊക്കെ ആയി, അങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ പോയി അച്ഛൻ പിന്നീട് ഇവളെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ഇവൾ 3 മാസം വീട്ടിൽ നിന്ന് പോയെങ്കിലും 1.5 മാസമായിട്ട് വേറെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരുത്തൻ്റെ കൂടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും വിളിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്തായാലും അവൾക്കൊരു മാനസാന്തരം ഉണ്ടായി, കുടുംബത്തിന് മാനസാന്തരം ഉണ്ടായി. എന്തായാലും ഇന്ന് സമാധാനത്തിൽ അവർ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണ് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ കുടുംബജീവിതത്തിന് വിലയില്ല, പൗരോഹിത്യ ജീവിതത്തിന് വിലയില്ല, സമർപ്പണ ജീവിതത്തിന് വിലയില്ല. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന് അറിയുന്നൊരു വ്യക്തി അവൻ്റെ ജീവിതത്തെ, അവൻ്റെ പൗരോഹിത്യ ജീവിതത്തെ, സമർപ്പണ ജീവിതത്തെ, അവൻ്റെ കുടുംബ ജീവിതത്തെ വിലയുള്ളതായി കാണും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ച 13 മുതലുള്ള വചനങ്ങൾ. അപ്പോൾ ദൈവം നമ്മിൽ തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം വിശുദ്ധമാണ് എന്നും ദൈവത്തിൻ്റെ ആലയമാണ് എന്നും അറിയുമ്പോൾ ഒരു വ്യക്തി എത്രമാത്രം ഈ ശരീരത്തെ കൃപയിലും വിശുദ്ധിയിലും വ്യക്തിബന്ധങ്ങളെയും അതുപോലെ സമൂഹ ബന്ധങ്ങളെയും വിശുദ്ധീകരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തിയ. ഒന്നുകൂടെ വായിക്കാം. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ഒരുമിച്ച് വായിക്കാം. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ്.
ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവമാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നോടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിന് എതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ശരീരം മഹത്വമുള്ള ശരീരമാണ്. ഈ ജീവിതത്തിന് അർത്ഥമുണ്ട്, ഈ ജീവിതത്തിന് മൂല്യമുണ്ട്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. ഈ ജീവിതം നിത്യജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട, ഒരുക്കപ്പെട്ട ഒരു ജീവിതമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8 എടുത്ത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8. പ്രഭാഷകന്റെ മുമ്പാണ് കേട്ടോ. ഹല്ലേലൂയ. കിട്ടിയോ? ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമാണ് മനുഷ്യൻ. അപ്പൊ ദൈവത്തിന് വചനം പറയാം, ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് പോകണം. അപ്പം നമ്മൾ നേരത്തെ കണ്ട മൂലകങ്ങൾ, ആ മൂലകങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തിന് ആത്മാവിനെ നൽകി, ആത്മാവിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ വിശുദ്ധമായി ജീവിച്ച് കടമായി ലഭിച്ച ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് ഈ മൂലകങ്ങൾ മണ്ണിലടിയും. ഹല്ലേലൂയ. ഉയർപ്പ് ദിവസം ഇതേപോലെ ഏറ്റും വരും. ഹല്ലേലൂയ. ഉയർപ്പിക്കും. അപ്പോൾ വീണ്ടും നോക്കിയേ, ഈ ആത്മാവ്, ഇത് ദൈവം നൽകിയൊരു ആത്മാവുണ്ടെന്നുള്ള 16-ാമത്തെ വചനം നോക്കിയേ, 15:16. മനുഷ്യന്റെ ശ്രേഷ്ഠത വീണ്ടും പറയുകയാണ്. ജ്ഞാനം 15:16. വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ. അപ്പൊ ദൈവത്തിന് വചനം പറയാം, വായ്പ വാങ്ങിയ ചൈതന്യം മാത്രം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് വായ്പ പലതും മേടിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ശരീരത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. എന്നിട്ട് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ്. വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ 1:26 വീണ്ടും പറയുന്നുണ്ട് ഈ ശരീരത്തിനുള്ള ശ്രേഷ്ഠത, മനുഷ്യന്റെ മഹത്വം എന്താണ് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 പറയാം. ഇവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്, എടുത്തോ, ഈ ഫ്രണ്ടിലുണ്ട്. വായിക്കാം നമുക്ക്. ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. അപ്പൊ ദൈവത്തിന്റെ ഛായയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞു മനുഷ്യനെ അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി തൻ്റെ ആത്മാവിനെ നൽകി. ഇവിടെ വചനം പറയാം 1:26 പറയുകയാണ്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഇതുകൊണ്ട് മനുഷ്യൻ്റെ മഹത്വം ഇവിടെ ഉണ്ട്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ജീവിതം നിസ്സാരമായൊരു ജീവിതമല്ല. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് 16 പാപ്പ യൂക്കാറ്റ് എന്ന് പറയുന്ന യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് വന്നവനും ദൈവത്തിലേക്ക് പോകുന്നവനുമാണ് എന്നതാണ് അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നു,
ദൈവത്തിലേക്ക് മനുഷ്യൻ മടങ്ങുന്നവനാണ് എന്ന് ബെനഡിക്ട് 14 പാപ്പ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യന് നൽകിയ ഈ മഹത്വം, വെറും മാംസപിണ്ഡമായ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിന് ദൈവം മഹത്വം നൽകുന്ന 2 കാര്യങ്ങൾ കൊണ്ടാണ്. മഹത്വം നൽകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ നിവേശിപ്പിക്കുന്നതിലൂടെയാണ്. തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച്, ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിലൂടെ നമുക്ക് മഹത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ കുറവുകളുണ്ട്, അല്ലെങ്കിൽ ബലഹീനതകളുണ്ട്, അതുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കുകയോ ആത്മഹത്യ ചെയ്യരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഡൈവോഴ്സ് കേസ് വന്നു. ഇവിടെ വന്നൊരു സഹോദരനാണ്, ചെറുപ്പക്കാരൻ. അവൻ്റെ വൈഫ് കല്യാണം കഴിഞ്ഞപ്പോൾ ജോലിയൊന്നും ഇല്ലായിരുന്നു. ഇവൻ അന്ന് ഒരു ബാങ്ക് മാനേജരാണ്, ഒരു ബാങ്കിൻ്റെ മാനേജരാണ്. കേരളത്തിന് പുറത്ത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ആ ജോലി ചെയ്ത് ഈ വൈഫിനെ BEd പഠിപ്പിച്ചു, അതുപോലെ ആക്കി പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു എയ്ഡഡ് സ്കൂളിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് കയറ്റി. ലക്ഷങ്ങൾ കൊടുത്ത് എയ്ഡഡ് സ്കൂളിലെല്ലാം കയറ്റി. അങ്ങനെ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അടിപിടിയായി, വഴക്കായി, വയ്യാവേലിയായി. ഇവളുടെ വീട്ടിലേക്ക് പോയി. ആ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. ഇവളുടെ വീട്ടിലേക്ക് പോയി കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഇനി ഒരു കാരണവശാലും ഇത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഡൈവോഴ്സ് കേസിൻ്റെ വക്കീൽ കേസുകൾ കൊടുത്തു. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഇവൻ്റെ മാനസികാഘാതം ഇത് താങ്ങാൻ പറ്റിയില്ല. ഇത് താങ്ങാൻ പറ്റാതെ ഇവൻ്റെ ജോലി രാജിവെച്ചു. ഇനി ജീവിക്കണ്ടെന്നാണ് പറയുക. കാരണം അത്രമാത്രം ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിച്ചു. ഇതെല്ലാമായി അവസാനം ഉപേക്ഷിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അത് മാത്രമല്ല ഇവനെതിരെ, ഇവൻ്റെ അപ്പനെതിരെ, അമ്മയ്ക്കെതിരെ സ്ത്രീപീഡനത്തിന് കേസും കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി വന്നതോടുകൂടി ഇവൻ ജോലി രാജിവെച്ചു. അവന് ജീവിക്കാൻ പറ്റൂ? എങ്ങനെ ജീവിക്കും? അങ്ങനെ കുറച്ചായി. പിന്നെ ഡിപ്രഷനിലൂടെയായി. അങ്ങനെ ഡിപ്രഷനിലൂടെയെല്ലാം കടന്നു വന്ന് അങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിരുന്ന് ഒരു പണിക്കും പോയില്ല, വീട്ടിന് പുറത്തിറങ്ങില്ല. അങ്ങനെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്ന്, ഒറ്റ മകനാണ്. അപ്പന് വയസ്സായ അപ്പൻ, ഒരു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുടുംബം മുമ്പോട്ട് പോകാൻ സാമ്പത്തികമായിട്ട് ഒരു ഗതിയുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ നിരാശപ്പെട്ട് മുറിക്ക് പുറത്ത് ഇറങ്ങാതെ ഇരിക്കുന്ന ആ പ്രതിസന്ധിയിലോട്ട് പോകുമ്പോൾ ഈ അപ്പനും അവൻ്റെ ബന്ധുക്കളും കൂടി അവനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു മാസം താമസിച്ചു. നിത്യാരാധന ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഇതുപോലെ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ധ്യാനം കൂടി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ജീവിക്കണമെന്നുള്ളൊരാശ കിട്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ജോലിക്ക് വേണ്ടി പലയിടത്തും നോക്കിയപ്പോൾ MBA കഴിഞ്ഞ് നല്ല ലെവലിൽ, നല്ല പോസ്റ്റിൽ, ഒരു ബാങ്കിൻ്റെ മാനേജരായിട്ട് നല്ല ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരൻ അവസാനം ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ 5000 രൂപ കിട്ടും. ഇവൻ്റെ പഠിപ്പിനനുസരിച്ച് ജോലിയും കിട്ടുന്നില്ല, 5000 രൂപ ശമ്പളം. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ പ്രതിസന്ധി. ഭാര്യയാണെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് പോവുകയും ചെയ്തു. എന്തായാലും ജീവിക്കണമെന്ന് ആശ കയറി. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ പിന്നീട് ഇരുന്ന് പ്രാർത്ഥിച്ചും, ഇവിടെ വന്നിരുന്ന് അങ്ങനെ വചനം കേട്ടും, നിത്യാരാധന ഇരുന്ന് പ്രാർത്ഥിച്ചും. ഇതെല്ലാം കഴിഞ്ഞ് ഇവന് ജീവിക്കണമെന്നും, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി നിൽക്കണ്ട, പോയി IELTS പഠിച്ചു, ഫ്രഞ്ച് പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കാനഡയിൽ പോയി അവനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൽ ഒരു നിരാശ കയറി. ഇനി ജീവിക്കണ്ടെന്ന് വരെ അവൻ ചിന്തിക്കൂ. ആ രീതിയിലേക്ക് ഇവൻ കടന്നു പോവാണ്. പക്ഷേ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ, ജീവിതം ഒടുക്കേണ്ട ജീവിതമല്ല, ഒടുങ്ങിത്തീരേണ്ട ജീവിതമല്ല എന്ന് അവന് തിരിച്ചറിവ് കിട്ടി. അവൻ പിന്നീട് അതിൽ നിന്നും കരകയറി എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവ് കിട്ടി. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം അവൻ്റെ കൂടെയുണ്ട്, യേശു അവനെ രക്ഷിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തിൽ കിട്ടി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ്റെ മഹത്വവും അവൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവ് നൽകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 27-ാമത്തെ തിലിഖിതം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 27-ാമത്തെ തിലിഖിതം.
ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. അടുത്ത വചനമാണ് പ്രധാനപ്പെട്ട. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും ദൈവത്തിൻ്റെ പ്രവാചകരുമാക്കി മാറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിരാശയിലൂടെ പോകുന്ന, തകർച്ചയിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അവൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും തിരിച്ച് അറിയിച്ചു കൊടുക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മിത്രമായി മാറും. ദൈവത്തിൻ്റെ പ്രവാചകരായിട്ട് ആ വ്യക്തിയെ പിന്നെ ഉയർത്തുമെന്നുള്ളതാണ്. ഇപ്പം സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിന് അർത്ഥമുണ്ട്. ഒരു പരാജയം വന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഒരു ദുഃഖം വന്നു, വേദന വന്നു, പ്രശ്നം വിചാരിച്ച പോലെ കാര്യങ്ങൾ ശരിയായില്ല, അപ്പോഴേ ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ന് ജർമ്മനി ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്. ഈ നേഴ്സ് കേരളത്തിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് വന്നതാണ്. ഇവിടെ വന്നു 7 പ്രാവശ്യം ജർമ്മൻ പരീക്ഷയിൽ B2 പരീക്ഷ എഴുതാൻ വേണ്ടി പോയി, രക്ഷപ്പെട്ടില്ല. ഒരു നേഴ്സാണ്, അവിടെ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ്. 7 പ്രാവശ്യം എഴുതി. വർഷം 2-3 ഏതാണ്ട് 6-7 ലക്ഷം രൂപ മുടക്കി. അവസാനം ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ബാംഗ്ലൂർ പോയി പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. പരീക്ഷ എഴുതാൻ വേണ്ടി പോയപ്പോൾ 7 പ്രാവശ്യം തോറ്റു. 8ാമത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. ബാംഗ്ലൂർ ഹൈവേയിൽ വന്ന് ബസ് ഇറങ്ങി അപ്പനും മകളും കൂടി അടുത്ത പരീക്ഷ 8ാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണ്. 6-7 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞു. ഇവള് പെട്ടെന്ന് ഈ അപ്പനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇനി ഞാൻ പരീക്ഷ എഴുതാനും ജീവിക്കാനും ഇല്ല എന്ന് പറഞ്ഞ് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം അടുത്ത ഒരു സൂപ്പർ ഫാസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇവൾ വിളിച്ചു പറയാണ്, ഇനി ഞാൻ പരീക്ഷ എഴുതാനും ഇല്ല ജീവിക്കാനും ഇല്ല എന്ന് പറഞ്ഞ് എടുത്തൊരു ചാട്ടം ഓടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ പുറത്തിലേക്ക്. ഈ അപ്പന് ഇത് എല്ലാം അടുത്ത് നിൽക്കുന്നത് കൊണ്ടും എന്തോ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടും ഈ അപ്പൻ ഈ ബസ്സിന് മുമ്പിലേക്ക് ചാടുന്ന ഇവളുടെ ചുരിദാറിൻ്റെ ഒരു മൂല പിടുത്തം കിട്ടും, ഒറ്റ വലിച്ചിട്ടു. ബസ് കയറിയില്ല, അവസാനിച്ചു പോയെന്നേരെ. പരീക്ഷ എഴുതാൻ പിന്നൊന്നും പോയില്ല, നേരെ വീട്ടിൽ വന്നു. അടുത്ത ബസ് കയറി വീട്ടിൽ വന്നു. ആരോ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഏതോ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 2 മാസത്തോളം അടുത്ത് ഇവിടെ നിന്നു. ഈ പെൺകുട്ടി ഇവിടെ നിന്നു, പ്രാർത്ഥിച്ചു, ശക്തിപ്പെട്ടു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കോൺഫിഡൻസായി അടുത്ത പരിശീലനം എല്ലാം നടത്തി. അടുത്ത പരീക്ഷയ്ക്ക് ബാംഗ്ലൂർ പോയി, അതിനവിടെ ജയിച്ചു. ഇന്ന് ജർമ്മനിയിലുണ്ട്. ഇപ്പോൾ പോയിട്ടാണ്ട് 2 വർഷം മിച്ചം കഴിഞ്ഞു. ജർമ്മനിയിൽ പോയിട്ട് 2 വർഷം ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു പ്രതിസന്ധി വന്നു. മനുഷ്യൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പം അത് വീണ്ടും അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഞെരുക്കങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും, ഒന്നുമില്ലെന്ന സാഹചര്യം വരും. പക്ഷെ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനും ഞാൻ ദൈവത്തിൻ്റെ മകളുമാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ ദൈവം ആ ജീവിതത്തെ കൈപിടിച്ചുയർത്തും. ദൈവം തള്ളിക്കളയുന്നവനല്ല. മനുഷ്യൻ അവൻ്റെ മഹത്വവും അവൻ്റെ തിരിച്ചറിവുമെല്ലാം അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ മുമ്പോട്ട് പോകുമ്പോൾ, ജ്ഞാനം 7:27 പറയുന്നത് പോലെ ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം വചനം. ഓരോ തലമുറയിലുള്ള വായിക്കാം. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും ദൈവത്തിൻ്റെ പ്രവാചകരുമാക്കി മാറ്റുന്നു. എത്ര സുന്ദരമായ വചനമായി പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മിത്രമാക്കി ദൈവം കരുതുന്നാ പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രവാചകരായി ദൈവം ഈ ജീവിതത്തെ ഉയർത്തും. അപ്പം അതുകൊണ്ട് നിരാശയ്ക്ക് സ്ഥാനമില്ല. ആത്മഹത്യ എന്ന് ചിന്തിക്കാൻ പാടില്ല. ജീവിതം നാശത്തിലേക്ക് പോയി ഇനി രക്ഷപ്പെടില്ല എന്ന് ആരും ചിന്തിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവം പറയുന്നത് ഒരു വ്യക്തി കേൾക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ആ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവം പറയുന്നത് കേൾക്കണം. നമുക്കറിയാം,
ദൈവം പറയുന്ന കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ മഹത്വമുള്ള ഒരു ജീവിതമായി ആ ജീവിതത്തെ ദൈവം ഉയർത്തും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം പറയുന്നത് കേൾക്കാതെ പോയപ്പോൾ മാതാപിതാക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന മഹത്വവും അതുപോലെ തന്നെ കോൺഫിഡൻസും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അവരുടെ ജീവിതത്തിൽ പാപം രംഗപ്രവേശനം ചെയ്യുകയാണ്. നമുക്കൊരു ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനുഷ്യ പാപത്തിന് മുമ്പും ഉണ്ടായിരുന്നോ? ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുമ്പും തിന്മയുണ്ടായിരുന്നു ലോകത്തിൽ, അറിയാവോ? കാരണം മാലാഖമാർ പാപം ചെയ്തു, അതിലൂടെ പ്രതിഫലിച്ച ഒരു തിന്മ ഉണ്ടായിരുന്നു. പക്ഷെ അത് മനുഷ്യ ജീവിതത്തിലേക്ക് കയറിയില്ല. മനുഷ്യ ജീവിതത്തിലേക്ക് മാലാഖമാരുടെ പാപത്തിന് ഫലമായിട്ടുണ്ടായ തിന്മ ലോകത്തിലുണ്ടായിരുന്നുവെങ്കിലും ഒരു തിന്മയുടെ ഒരു സിറ്റുവേഷൻ, പാപാവസ്ഥ നിലനിന്നിരുന്നു. എന്നാൽ അത് മനുഷ്യലോകത്തിലേക്ക് പ്രവേശിച്ചില്ല. മനുഷ്യലോകത്തിലേക്ക് ഈ പാപം പ്രവേശിച്ചത് എപ്പോഴാണ്? ആദി മാതാപിതാക്കൾ പാപം ചെയ്തതിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും ലോകത്തിലേക്കും പാപം കടന്നു വന്നു. അപ്പം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തിന്മയുടെ ഒരു ശക്തി ലോകത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർപ്പം എന്ന പ്രതീകത്തിലൂടെ പാപത്തെ അവതരിപ്പിക്കുന്നത്. കാരണം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് പാപം ചെയ്യിക്കാൻ വന്നത് ആരാ? സർപ്പമല്ലേ വന്നത്. അപ്പം പാപത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഓഫ് സിൻ, പാപാവസ്ഥ ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സർപ്പം വരുന്നത്. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പാപം, തിന്മ എന്ന് പറഞ്ഞാൽ, പിശാച് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ പദ്ധതിക്ക് എതിര് നിൽക്കുന്ന ജീവി അല്ലെങ്കിൽ വ്യക്തി. ദൈവ പദ്ധതിക്ക് എതിര് നിൽക്കുന്ന ജീവി, അതാണ് സർപ്പം. ഇപ്പം സാത്താൻ എന്ന് പറഞ്ഞാൽ ദൈവ പദ്ധതിക്ക് എതിര് നിൽക്കുന്നവൻ. അതുകൊണ്ടല്ലേ പത്രോസിനെ സാത്താനെ ദൂരെ പോകുമെന്ന് പറഞ്ഞത്? ഈശോ പത്രോസിനോട് പറഞ്ഞു, സാത്താനെ ദൂരെ പോകും. കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, യേശുവിനൊരു പദ്ധതിയുണ്ട്. ഇവിടെ മനുഷ്യനായി അവതരിച്ച് ശുശ്രൂഷകൾ ചെയ്ത് ജെറുസലേമിൽ കാൽവരിയിൽ പോയി മരിച്ച് ഉത്ഥാനം ചെയ്ത് കുരിശുമരണത്തിലൂടെ രക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം ഈ പദ്ധതി കുരിശുമരണത്തിലൂടെ സംഭവിക്കും, സഹനത്തിലൂടെ സംഭവിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഈശോ അതിൻ്റെ പ്രവചനങ്ങൾ നടത്തിയപ്പോൾ പത്രോസ് തടസ്സം പറഞ്ഞു, മാറ്റി നിർത്തി പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കരുത്, ഇങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ സാത്താനെ നീ ദൂരെ പോകാൻ പറയാം. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ആര് നിൽക്കുന്നോ അവരാണ് സാത്താൻ. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ നടക്കേണ്ടതിന് വിപരീതമായി ആരെല്ലാം നിൽക്കുന്നോ അവർ സാത്താൻ്റെ പ്രതിനിധികളോ സന്തതികളോ ഒക്കെ ആയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഒത്തിരി സാത്താന്മാർ ചിലപ്പോൾ കണ്ടേക്കുമല്ലേ. വീട്ടിൽ ചിലപ്പോൾ ഒത്തിരി സാത്താന്മാർ കടന്നു വരുമായിരിക്കും. കാരണം കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നടക്കണം. അതിന് വിരുദ്ധമായി അത് കുടുംബനാഥം പ്രവർത്തിച്ചാലും മക്കൾ പ്രവർത്തിച്ചാലും അപ്പോൾ ഒത്തിരി കുട്ടി സാത്താന്മാരവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്തായാലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈ ആദി പാപത്തിലൂടെ പ്രത്യേകിച്ചും അങ്ങനെ സംഭവിച്ചത് അങ്ങനെയാണ്. ദൈവ പദ്ധതിക്ക് എതിരായിട്ട് പാപം ചെയ്തപ്പോൾ ലോകത്തിലുണ്ടായിരുന്ന മാലാഖമാരിലൂടെ ഉണ്ടായ ആ ലോകത്തിലുണ്ടായിരുന്ന തിന്മ ഇവരുടെ ജീവിതത്തിലേക്ക്, മനുഷ്യകുലത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ പാപ സാഹചര്യങ്ങൾ, തിന്മകൾ ഇന്ന് രണ്ട് വിധത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആക്ട് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പ്രവൃത്തിയിലൂടെ പാപം ഇന്നും നിലനിൽക്കുകയാണ്. പാപം ഇന്നും ജീവിതത്തിലേക്ക് കടന്നു വരിക. വ്യക്തിപരമായ ആക്ട്, പേഴ്സണൽ ആക്ട്, വ്യക്തിപരമായി ഒരു വ്യക്തി പാപം ചെയ്യുന്നതിലൂടെ ഇന്നും പാപം ഈ സമൂഹത്തിൽ വരുന്നു. രണ്ടാമത്തെ കാര്യം എ സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ, ക്രമരഹിതമായ ഒരവസ്ഥ പാപത്തിലൂടെ ഇന്നും നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആദി പാപം വഴി മനുഷ്യൻ അവൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തി. അപ്പോൾ ആദി പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്തതിലൂടെ ആ പാപത്തിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാം.
4 കാര്യങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ആദി പാപത്തിൻ്റെ സ്വഭാവങ്ങൾ. ഇപ്പം ഈ പാപത്തിൻ്റെ സ്വഭാവം, ഒന്നാമത്തെ കാര്യം, ദൈവവുമായി സമ്പർക്കത്തിലും സംഭാഷണത്തിലും ആയിരിക്കേണ്ട മനുഷ്യൻ അതിൽ നിന്ന് മാറി സാത്താനോട് സംഭാഷിക്കാനും സമ്പർക്കത്തിലാകാനും സമയവും അവസരവും കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവവുമായി സമ്പർക്കത്തിലും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടവൻ എന്തു ചെയ്തു? ആദി പാപം വഴി സാത്താനോട് സംസാരിക്കാൻ തുടങ്ങി, സമ്പർക്കത്തിലാകാൻ തുടങ്ങി, അതുപോലെ തന്നെ അവന് സമയം കൊടുക്കാൻ തുടങ്ങി, അവസരം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്വരം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടത് കേൾക്കാതെ ആരുടെ സ്വരം കേട്ടു? സാത്താൻ്റെ സ്വരം കേട്ടു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ കാണുന്നുണ്ട്, ദൈവം അരുൾ ചെയ്തു. കാണുന്നില്ലേ? ദൈവം അരുൾ ചെയ്തു എന്ന് ആവർത്തിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. ഇതാരോടാണ് ഈ പറയുന്നത്? ഈ ആദി മാതാപിതാക്കന്മാരോട് പറയുന്നുണ്ട്. ദൈവം അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ ഈ അനേക തവണ ഇങ്ങനെ ദൈവം പറഞ്ഞു എന്ന് പരാമർശിച്ചാലും ഈ ആദി മാതാപിതാക്കൾ പിന്നെ കേൾക്കാൻ പോയത് ആരുടെയാണ്? സാത്താൻ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞു, അത് കേൾക്കാൻ പോയി. ദൈവം അനേകം തവണ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അത് കേൾക്കാതെ സാത്താൻ പറഞ്ഞത് ഒരു പ്രാവശ്യം സാത്താൻ വന്നുള്ളൂ, അല്ലേ? ആ സാത്താൻ പറഞ്ഞത് ഇത് കേൾക്കാനായിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറായി. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ആദിഭാവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ടവൻ ദൈവത്തെ മാറ്റി നിർത്തി സാത്താനെ കേൾക്കാൻ തുടങ്ങി. അതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ 2-3 കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവസ്നേഹത്തിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ദൈവമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ട് സാത്താൻ അവിടെ കയറി വരാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ മാറ്റി നിർത്താൻ മടിയില്ലാത്തവനായിട്ട് അവൻ മാറുകയാണ്. ദൈവത്തെ മാറ്റി നിർത്താൻ മടിയില്ലാത്തവനായി മാറി എന്ന് പറഞ്ഞാൽ, ദൈവത്തോടുള്ള സംഭാഷണം നിർത്തി കഴിയുമ്പോൾ പിന്നെ അത് വേണമെന്ന് ആഗ്രഹിക്കില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവത്തോടുള്ള സംഭാഷണവും അടുപ്പവും ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി പിന്നെ പള്ളിയിൽ പോകണമെന്നില്ല. അത് മാറ്റി നിർത്താമല്ലോ. ഇന്ന് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞായറാഴ്ച പോയില്ല എന്താ കുഴപ്പം? ബൈബിൾ വായിച്ചില്ല എന്താ കുഴപ്പം? കൊന്ത ചെല്ലിയില്ല എന്താ കുഴപ്പം? ഇന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലിയില്ല എന്താ കുഴപ്പം? ഇന്ന് കുമ്പസാരിച്ചില്ല എന്താ കുഴപ്പം? അപ്പോൾ ഈ ആദ്യ പാപത്തിൻ്റെ അടുത്തൊരു പരിണിത ഫലം ഇതാ, മാറ്റി നിർത്താൻ, ദൈവത്തെ മാറ്റി നിർത്താൻ, ദൈവിക കാര്യങ്ങളെ മാറ്റി നിർത്താൻ ഒരു മടിയുമില്ലാത്തവനായിട്ട് അവൻ മാറി എന്നുള്ളതാണ് ഈ പാപത്തിൻ്റെ ഒരു വലിയ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാത്താൻ പറഞ്ഞത് മുഴുവനും ഉള്ളിൽ സ്വീകരിച്ച് അത് വിശ്വസിച്ചു. സാത്താൻ പറയുന്നത് ഉള്ളിൽ സ്വീകരിച്ചു, ദൈവം പറയുന്നത് കേട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി ദൈവമഹത്വം അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റോമാലേഖനം 3:23 അവിടെ വചനം പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോമാലേഖനം 3:23 വചനം വായിക്കാം. എല്ലാവരും കിട്ടിയില്ലേ? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അപ്പോൾ പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു എന്ന് ദൈവത്തിന് വചനം പറയാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഒഴിവാക്കി മാറ്റി നിർത്തി പിന്നീട് സാത്താൻ കാര്യങ്ങളിലും അല്ലെങ്കിൽ ദൈവം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും സമയം ചെലവഴിക്കുന്നു. അതാണ് ആദി പാപത്തിൻ്റെ ഒന്നാമത്തെ സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, ആദി പാപത്തിൻ്റെ രണ്ടാമത്തെ സ്വഭാവം ദൈവത്തിലുള്ള അവിശ്വാസം. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സാത്താനിലും അവൻ പറയുന്ന കാര്യങ്ങളിലും വിശ്വസിക്കാൻ തുടങ്ങി. സാത്താൻ അവതരിപ്പിച്ച ദൈവം എന്ന് പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറിപ്പോയി. ദൈവത്തെക്കുറിച്ച് സാത്താൻ കൊടുത്ത കൺസെപ്റ്റ് ആദിമാതാപിതാക്കന്മാർക്ക് ഇതാണ്: മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തവൻ ദൈവം. അടുത്തത് അസൂയാലുവാണ് ദൈവം.
മനുഷ്യന് സ്വാതന്ത്ര്യം അനുവദിക്കാത്തവൻ, അതാണല്ലോ നടുക്കുള്ള മരത്തേന് മാത്രം തിന്നരുതെന്ന് പറഞ്ഞാണ്. അവൻ്റെ സ്വാതന്ത്ര്യത്തെ അനുവദിക്കാത്തവൻ. അടുത്തത് മനുഷ്യനെ സ്നേഹിക്കാത്തവൻ, അരുതുകളും വിലക്കുകളും എപ്പോഴും ഏർപ്പെടുത്തുന്നവൻ, നന്മ ചെയ്യാതിരിക്കുന്നവൻ, നന്മ നൽകാതിരിക്കുന്നവൻ. സാത്താൻ ദൈവത്തെക്കുറിച്ച് കൊടുത്ത കൺസെപ്റ്റ് ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള ഇപ്രകാരമുള്ള ഒരു ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ആദി മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ കയറാൻ തുടങ്ങി. കാരണം അരുതുകൾ മാത്രം പറയുന്നു, വിലക്കുകൾ പറയുന്ന ഒരു ദൈവം. പാപത്തിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ പരിണിത ഫലം ഉള്ളതുകൊണ്ട് അരുതുകളും വിലക്കുകളും സഭയിലും ഉണ്ടെന്നങ്ങ് ചിന്തിക്കുക. പാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തലയിൽ കയറി അങ്ങനെ ജീവിക്കുന്നവർ സഭയിലെ ഓരോ കൂദാശകളും ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പോൾ അത് അരുതാണ്, ഇത് വിലക്കാണ്, ഇത് ദൈവത്തിന് നിരക്കാത്ത കാര്യം, ഇത് ദൈവത്തിൻ്റെ സഭയാണോ എന്ന് ചിന്തിക്കും. അപ്പം എന്നിട്ട് സ്വന്തം രീതിയിലേക്ക് പോകും. എനിക്ക് പരിചയമുള്ളൊരു ചേട്ടൻ ക്യാൻസർ രോഗിയാണ്. അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ചു, ഒരു ദിവസം വൈകിട്ട് 5 മണിക്ക് വിളിച്ചു. 8 മണിക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ക്യാൻസർ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. 8 മണിക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 8 മണിക്ക് പോർട്ടിക്കോയിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി ഇറക്കിക്കൊണ്ട് വന്നു. പോർട്ടിക്കോയിൽ ഞാൻ നിൽപ്പുണ്ട്. അപ്പം അവർ പോർട്ടിക്കോയുടെ അപ്പുറത്ത് കുറച്ചുകൂടെ മാറ്റിക്കൊണ്ടുപോയി വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി നിർത്തി വണ്ടിയെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് മകളെക്കുറിച്ച് പറയാൻ വരുന്ന, ക്യാൻസർ രോഗത്തിന് വരുന്നല്ല എന്ന്. മകളെക്കുറിച്ച് പറയാൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ അവിടെ നിന്നു. ഒരു ഭർത്താവും ഭാര്യയും കൂടി വന്നു. അങ്ങനെ ഞാൻ മുറി കൊണ്ടുപോയി. മുറിക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞത് ഈ ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. ഒന്നും പറഞ്ഞില്ല, പൊട്ടിക്കരയാണ്. പൊട്ടിക്കരഞ്ഞ് അങ്ങനെ കുറച്ചു നേരം കരഞ്ഞു. അപ്പോൾ ഈ വൈഫും കരഞ്ഞു. രണ്ടുപേരും ഇങ്ങനെ പൊട്ടി ഏങ്ങി കരയാണ്. ഈ കരച്ചിൽ കഴിഞ്ഞ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാണ്, മകളെക്കുറിച്ച് പറയാൻ വന്നതെന്ന് പറഞ്ഞു. മകളെക്കുറിച്ച് പറയാൻ വന്ന മകൾ ഇപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. 2 ലക്ഷമോ 3 ലക്ഷമോ ശമ്പളം മേടിക്കുന്നു. അങ്ങനെ കൃത്യം ഞാൻ വിട്ടുപോയി. എന്നാൽ 2 അല്ലേ 3 എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവൾ ഇന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, 7ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ഒരു ഹിന്ദു പയ്യനുണ്ട്, അവനെ കെട്ടിച്ചു തരണം. ഇവൾ ജോലിക്ക് പോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവധിക്ക് വന്ന സമയത്ത് ഈ ചേട്ടൻ പറയാണ്, ഞാൻ ജോലിക്ക് ഒരു കമ്പനിയിൽ പോകുന്നുണ്ട്, കമ്പനിയിൽ പോയി. ഈ സമയത്ത് ഇവൾ മാത്രം വീട്ടിലിരിക്കുന്ന സമയത്ത് മോള് കസേരയിൽ സെറ്റിയിലിരിക്കുന്ന സമയത്ത് മോള് നിലത്ത് വന്നിരുന്ന് അമ്മയുടെ മടിയിലോട്ട് കൈവച്ചിട്ട് ഒറ്റ പൊട്ടിക്കരച്ചില്ലാന്ന് പറഞ്ഞു. ഒരു കാരണമില്ലാതെ പൊട്ടിക്കരഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഈ കരയുന്നതെന്ന് ചോദിച്ചു. ഇവൾ മിണ്ടുന്നില്ല. വീണ്ടും ഇങ്ങനെ ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം അമ്മ ചോദിച്ചു, നീ എന്താ കരയുന്നതെന്ന് ചോദിച്ചു. കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കരയുന്നതിന് കാരണം ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കില്ല. ആര്? നിങ്ങൾ. അതുവരെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഇവൾ പറയാം, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ കരഞ്ഞതാന്ന് പറഞ്ഞു. പറയടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 7ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ, അവൻ നല്ല വിദ്യാഭ്യാസമുണ്ട്, 7-8 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നുണ്ട്, ഇന്ത്യയിലെ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് നല്ല ശമ്പളം കിട്ടുന്നൊരു ജോലിയുണ്ട്, കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മിടുക്കൻ, അവനെ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ഈ അമ്മച്ചി പറഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പോയി. പിറ്റേ മാസം വന്നപ്പോഴും ഇത് ആവശ്യപ്പെട്ടു. നടക്കില്ല എന്ന് പറഞ്ഞ അമ്മ. അങ്ങനെ ഒരു 5-6 മാസം ഇങ്ങനെ പോയി. 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യം ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ സങ്കടം കൊണ്ടാണ് ഇവർ വന്നത്. 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, ഡെഡ് ലൈൻ കൊടുത്തു, ഇന്ന സമയത്ത് എനിക്കിത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, ഇനി ഇങ്ങോട്ട് വരില്ല, ഒരു ബന്ധം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. എന്തായാലും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഈ ചേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ക്യാൻസർ രോഗിയാണ്, എൻ്റെ ചികിത്സയ്ക്കുള്ള കാശ് അവളാണ് തരുന്നത്,
എൻ്റെ വീട്ടിൽ അനിയന്മാരും മക്കൾ 2 പേരുള്ള ബാക്കിയുള്ള പഠിക്കുന്ന 2 മക്കളെ പഠിപ്പിക്കുന്ന അവളാണ്. വീട്ടു ചെലവ് നോക്കുന്ന അവളാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം മുഴുവൻ അവളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. തണ്ട് കയറി എന്ന് പറഞ്ഞു. ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹെൽപ്ലെസ്സാന്ന് പറയും. കാരണം ഞങ്ങളുടെ കുടുംബം സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോയി. എനിക്ക് മാത്രം ഒരു ചെറിയ ജോലിയുണ്ട്, അതുകൊണ്ട് എൻ്റെ കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ രോഗവും ചികിത്സയും വീട്ടു ചെലവും പഠന ചെലവും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് അവൾ ഇന്ന് അനുസരിക്കില്ല. അപ്പോൾ ഈ ചേട്ടൻ പിന്നീട് എന്നോട്, അതിന് ശേഷം അവിടെ നിന്ന് പോയി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നോട് പറഞ്ഞു, അവൻ ഇങ്ങോട്ട് ചേരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാ ഇത് അപ്പോൾ ഇവൾ പറഞ്ഞു, ക്രിസ്ത്യാനിയായി ചേരാമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയായി ചേർന്ന് കെട്ടാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം അവൻ്റെ ഐഡൻറ്റിറ്റി, എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി. ഇവൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ടോ? ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി ഉണ്ടോ? ഇവൾ പറഞ്ഞു, എനിക്ക് എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ആ കീപ്പ് ചെയ്യും, അവൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് ഇത് സംഭവിച്ചു. കല്യാണമൊക്കെ ഒരു രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പോയി. ആ സമയത്ത് ഈ വീട്ടുകാർ പറഞ്ഞെന്നാണ് പറഞ്ഞു, ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു, അമ്മ പറഞ്ഞു, അപ്പൻ നിരീശ്വരവാദിയാണ്, യുക്തിവാദി നിരീശ്വരവാദിയാണ് ഇവൻ്റെ അപ്പൻ. അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് വാദമല്ല. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നടത്തുന്ന സമയത്ത് ഇവളുടെ അമ്മ പറഞ്ഞു, ഈ താലിയിൽ ഓം എന്ന് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, ഓം എന്ന് വെക്കാൻ പാടില്ല, വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ഞാൻ കുരിശ് വെക്കുമെന്ന് പറഞ്ഞു. രണ്ടും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം നടന്നിപ്പോൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ആദിപാപത്തിലൂടെ ദൈവത്തിലുള്ള അവിശ്വാസം വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കടന്നു വരുമ്പോൾ ദൈവം പറയുന്നത് കേൾക്കാതെ ദൈവത്തെക്കുറിച്ച് സാത്താൻ നൽകുന്ന വികലമായ ചിന്തകൾ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ കടന്നു വരികയാണ്. വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ദൈവം അസൂയാലുവാണെന്ന് പറയും, സാത്താൻ പറയും. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അനുവദിക്കാത്തവൻ, അരുതുകളും വിലക്കുകളുമുള്ള സഭ, ശുശ്രൂഷകൾ, ഇതെല്ലാം പറഞ്ഞ തെറ്റായ ബോധ്യങ്ങൾ സാത്താൻ നൽകുന്നത് ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ കുടുംബങ്ങൾ ഇന്ന് തങ്ങളുടെ ദൈവികമായ മഹത്വം അംഗീകരിക്കാതെ ജീവിതനാശത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതുകയാണ്. ആദിപാപത്തിൻ്റെ പ്രത്യേകത ഏതാണ്? മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ആദിപാപത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, സാത്താൻ മനുഷ്യനെ നന്മയുടെ പൂർണ്ണത കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിക്കുന്നു എന്നാണ്. നന്മയുടെ പൂർണ്ണത കാണിക്കും, എന്നിട്ട് പ്രലോഭിപ്പിക്കും. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളിവിടെ കണ്ടുമുട്ടുന്നുണ്ട്. 5-6 വചനങ്ങൾ. 5-6 വചനങ്ങൾ. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും, ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. അടുത്തത് അതാണ് പ്രധാനപ്പെട്ട വചനം, 6-ാമത്തെ വചനം. ആ വൃക്ഷത്തിന് ഫലം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണ് എന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇപ്പം ദൈവത്തിന് വചനം പറയാം, ഇത് കണ്ണിന് ആസ്വാദ്യകരമായി തോന്നുന്നു, കൗതുകരമായി തോന്നുന്നു, അറിവേകാൻ കഴിവുള്ളതാണ് എന്ന് തോന്നും. അങ്ങനെ ദൈവത്തെ പോലെ ആകും എന്ന ഒരു തെറ്റായ ഒരു ധാരണ, ദൈവത്തെ പോലെ ആകും എന്നതാണ് നന്മയുടെ പൂർണ്ണത. അപ്പം തെറ്റായ ഒരു ധാരണ നൽകിക്കൊണ്ട് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അവൻ പാപത്തിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ ദൈവത്തെ പോലെ ആകുമെന്നതാണ് നന്മയുടെ പൂർണ്ണത. അപ്പം മനുഷ്യനായിരിക്കെ സാത്താനെ കൂട്ടുപിടിച്ച് ദൈവമാകാൻ ശ്രമിക്കുന്നു. അതാ ഇവിടെ കാണുന്ന കാര്യം അതാണ്. മനുഷ്യനെ കൂട്ടുപിടിച്ച് ദൈവമാകാൻ, അല്ല സാത്താനെ കൂട്ടുപിടിച്ച് ദൈവമാകാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുകയാണ്. അപ്പം നമുക്കറിയാം, ദൈവത്തെ പ്രാപിക്കുക എന്നതാണ് ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന
സ്ഥായീ ഭാവം. ഇപ്പോൾ ദൈവത്തെ പോലെ ആകുക, ആ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക എന്നുള്ളതാണ് ദൈവം നൽകുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 48, മത്തായി 5:48, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അല്ല, ദൈവമാകാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി നമ്മെ വിളിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ, 5:48, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ ഈ പരിപൂർണതയിലേക്ക് വളരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പരിപൂർണതയ്ക്ക് വളരുന്നതിന് പകരം ദൈവമാകാൻ വേണ്ടി സാത്താനെ കൂട്ടുപിടിച്ച് മനുഷ്യൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ അനുസരണക്കേടിൻ്റെ ദുരന്തഫലം എന്താണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 399 പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 399 അനുസരണക്കേടിലൂടെ ഉണ്ടാകുന്ന ദുരന്തഫല 3 കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയുടെ കൃപാവരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആദി പാപത്തിലൂടെ അനുസരണകളിലൂടെ വന്ന രണ്ടാമത്തെ കാര്യം, അവർ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അവർ സായാഹ്നങ്ങളിൽ ഉലാത്താൻ പോകുന്ന ദൈവം ഉലാത്താൻ വരുമ്പോൾ ഇവരെ കാണുന്നില്ല. എവിടെയാന്ന് ചോദിച്ചു പറയാം, ഞങ്ങൾ നഗ്നരാണ് എന്ന് പറഞ്ഞ് ഇവർ അത്തിയിലെല്ലാം പഠിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ മാറിപ്പോയി, മുങ്ങി നടക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അവർ ഭയപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ധാരണകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യം, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരേണ്ടതിന് പകരം സാത്താൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ദൈവമാകാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആദിപാപത്തിൻ്റെ നാലാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് പോലെ, വ്യാഖ്യാനിക്കുന്ന പോലെ, ആദിപാപം എന്ന് പറഞ്ഞാൽ അഹങ്കാരവും ദ്രവ്യാസക്തിയുമാണ് എന്ന് ആഗസ്തീനോസ് പറയുക. ആദിപാപത്തിൽ അഹങ്കാരവും ദ്രവ്യാസക്തിയുമുണ്ട്. ഇത് പറയാനായിട്ട് 2 ദൈവവചനങ്ങളാണ് ആഗസ്തീനോസിനെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 10:13. പ്രഭാഷകൻ്റെ പുസ്തകം 10:13 വചനം ഇങ്ങനെ പഠിപ്പിക്കുക, അഹങ്കാരത്തോടൊപ്പം പാപം മുളയെടുക്കുന്നു. ഒന്നാമത്തെ വചനം അതാ, പ്രഭാഷകൻ 10:13, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് 1 തിമോത്തി 6:10. അതിൽ വചനം പറയുക, ദ്രവ്യാശ എല്ലാ പാപങ്ങളുടെയും ആരംഭമാണ്. അപ്പോൾ ഈ 2 വചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ആദി പാപത്തിലൂടെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഇങ്ങനെയാണ് വിശുദ്ധ ആഗസ്തീനോസ്. അഹങ്കാരവും അതുപോലെ ദ്രവ്യാസക്തിയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായി ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് നമ്മെപ്പോലെയുള്ള നമ്മുടെ മനുഷ്യർ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് മറ്റൊരാളുടെ സഹായം, ഉപദേശം, കൽപ്പന, നിയന്ത്രണം വേണ്ട. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. കാരണം ഈ പാപത്തിന് അഹങ്കാരം കയറി, അതുപോലെ ദ്രവ്യാശ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വന്നു കഴിയുമ്പോൾ മറ്റൊരു മനുഷ്യൻ്റെ സഹായം വേണ്ട, ഉപദേശം വേണ്ട, കൽപ്പന വേണ്ട, നിയന്ത്രണം വേണ്ട. അപ്പം മാതാപിതാക്കന്മാർ ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളോടൊരു കാര്യം പറഞ്ഞു, അവർ പറയും അത് അംഗീകരിക്കില്ല. എത്ര മക്കൾ അംഗീകരിക്കും? എത്ര മക്കൾ അംഗീകരിക്കും? കേൾക്കാൻ പോവുമോ? ഒരിക്കലും പോകില്ല. 2 മാസം മുമ്പ് ഒരപ്പൻ കരഞ്ഞുകൊണ്ട് വന്നൊരു കാര്യമുണ്ട്. ഒരു മകളെയും കൊണ്ട് വന്നു. +2 കഴിഞ്ഞ് കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് നേഴ്സിങ്ങിന് പോയതാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരം ഫോണുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അതുപോലെ പരീക്ഷയ്ക്കെല്ലാം ഒറ്റ സെമസ്റ്റർ കഴിഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ പരീക്ഷയ്ക്ക് എല്ലാത്തിനും തോറ്റുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ആ കോളേജ് നടത്തുന്ന സിസ്റ്റേഴ്സ് ഇവിടെ ഒരു കാരണത്തിലും പരീക്ഷയ്ക്ക് ജയിക്കുന്നില്ല.
പരീക്ഷ ജയിക്കാത്തത് കൊണ്ട് ഇവിടെ മാൺ ചെയ്തു, അടുത്ത പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിൽ ശരിയാകില്ല, ഫോൺ തരാൻ പറഞ്ഞു. ഇവൾ ഫോൺ കൊടുക്കില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊട്ട് ഒരു വേറെ മതത്തിൽപ്പെട്ട ഒരുത്തരുമായിട്ട് പ്രണയബന്ധം. ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് ട്രെയിനിൽ കയറി 2-3 ദിവസം യാത്ര ചെയ്ത് പോകുമ്പോൾ ഇവനാണ് കൊണ്ടുപോയി വിടുന്നതും ഇടയ്ക്ക് ഇവൻ അവിടെ പോയി അവൾക്ക് കാവലിരിക്കുക. ഇതൊക്കെ പിന്നീട് അറിയുകയാണ്. അപ്പോൾ 1.5 വർഷമായി ഈ ഒരു ബന്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് തിരുത്തണം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. 2-3 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കൗൺസിലിങ്ങും പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞു പോയി. എന്നാൽ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞു, അവധിയുണ്ട്. അവൾ കൂട്ടാക്കിയില്ല. അവൾ ഇന്ന് അവൻ്റെ പുറകെ നടക്കുകയാണ്. വീട്ടുകാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാൻ പറ്റില്ല, അവൾക്ക് ഇവനില്ലാതെ പറ്റില്ല. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി രൂപപ്പെട്ട് ഇന്ന് ആ ഒരു ഗതികേടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചു, ഈ അപ്പം പറഞ്ഞു, ഇപ്പം എന്നോടും കോണ്ടാക്റ്റില്ല, വീടുമായിട്ടൊരു ബന്ധം പോലും ഇല്ല, അവൻ പഠിപ്പിക്കുന്നു, അവൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, മറ്റൊരാളുടെ ഉപദേശം സ്വീകരിക്കാൻ പറ്റില്ല, ഒരു നിയന്ത്രണം പറ്റില്ല, അതുപോലെ ഉപദേശം പറ്റില്ല. അത് മാതാപിതാക്കന്മാരാകാം, അധ്യാപകരാകാം, പ്രിയപ്പെട്ടവരാകാം, ആരുടെയും സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് ഈ ആദിഭാവത്തിൻ്റെ പരിണിത ഫലമായി അതിന്ന് ഈ രീതിയിൽ ചിന്തിക്കുന്ന ആസക്തിയോടെ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ തലമുറകൾ ഉണ്ടാകുന്നുവെന്ന് ഈ തിന്മയുടെ ഒരു പരിണിത ഫലമാണ്. പാപം മനുഷ്യനിൽ ദുരാശകൾ പ്രബലപ്പെടുത്തി എന്നുള്ളതാണ്. ദുരാശകൾ, ആസക്തികൾ പ്രബലമാക്കി എന്നുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ആസക്തിയോടെ നോക്കാനും അതുപോലെ ഉപയോഗ വസ്തുവായി മറ്റുള്ളവരെ കാണുന്ന ലെവലിലേക്ക് ഈ ആദിപാപം മനുഷ്യനെ അധപ്പതിപ്പിച്ചു എന്നുള്ളതാണ്. ആദിപാപം മനുഷ്യനെ അധപ്പതിപ്പിച്ചത് ആസക്തിയോടെ കാണാനും നോക്കാനും അവനെ പ്രേരിപ്പിക്കുന്നു. 2, ഉപയോഗ വസ്തുവായി മറ്റുള്ളവരെ കാണുന്ന ഒരു ലെവലിലേക്ക് അവനെ അധപ്പതിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മഹത്വവും അതുപോലെ തന്നെ അവൻ ദൈവത്തിന് സ്വന്തമാണ് എന്ന തിരിച്ചറിവും അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ മാറ്റിക്കറിഞ്ഞാൽ പിന്നെ സാത്താൻ ഉള്ളിൽ കയറും. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 398 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ആദി പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു. ദൈവത്തിനെതിരായി ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തിരഞ്ഞെടുത്തു. വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിക്കപ്പെട്ട മനുഷ്യൻ ദൈവമഹത്വത്തിൽ പൂർണ്ണമായി ദൈവികനാക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിശാചിനാൽ പ്രലോഭിതനായ അവൻ ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം ദൈവമാകാനും അതുപോലെ തന്നെ ദൈവത്തെ മാറ്റി നിർത്തി അവൻ ശ്രേഷ്ഠനായിട്ട് കാണുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എന്നെ തിരുത്താൻ ആരും വരേണ്ട കാര്യമില്ല, എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്കെല്ലാം അറിയാം, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ് ഇതെല്ലാം എനിക്കുണ്ട്, അതുകൊണ്ട് ആരും എന്നെ തിരുത്തണ്ട എന്ന് തിരുത്തിയാൽ സ്വീകരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ അധപ്പതിക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തെ മാറ്റി നിർത്തി സാത്താന് തിന്മയ്ക്ക് ജീവിതത്തിൽ പ്രയോറിറ്റി നൽകി എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് അനുസരണക്കേടിലൂടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ മഹത്വം, ദൈവമകനും മകളുമാണെന്നുള്ള ഈ മഹത്വം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം അതുകൊണ്ട് ജീർണതകൾ ഇന്ന് കുടുംബങ്ങളിൽ കടന്നു വന്നു. ജീർണതകൾ, പാപം മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിലൂടെ ജീർണത കുടുംബങ്ങൾ കടന്നു വരുക. ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 401 ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പാപത്തെ തുടർന്ന് മനുഷ്യവംശം സാർവത്രികമായ അജീർണതയ്ക്ക് ഇരയാകുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിന് ശേഷം പോലും
ക്രിസ്ത്യാനികൾക്കിടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തലയുയർത്തുന്നുണ്ട്. ഇപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ. പാപത്തെ തുടർന്ന് അജീർണതകൾ കുടുംബങ്ങളിൽ കടന്നു വരുന്നു. എന്നിട്ട് പറയുക, യേശുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിന് ശേഷം പോലും എന്ന് പറഞ്ഞാൽ യേശു രക്ഷിക്കാൻ വേണ്ടി വന്ന് കുരിശിൽ മരിച്ച് തൻ്റെ ജീവിതത്തെ ഒരു ബലിയായി സമർപ്പിച്ചതിന് ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തലപൊക്കുന്നുണ്ട് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധകരെന്ന് പറയുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമാലേഖനം 1-ാമത്തെ അധ്യായം 18 മുതൽ 32 വരെയുള്ള വചനങ്ങൾ കൃത്യമായിട്ടും പാപം തലപൊക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം പോലും അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പാപവും തിന്മയും പെരുകുന്നുണ്ട് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. റോമാലേഖനം 1-ാമത്തെ അധ്യായം 18 മുതൽ 32 വരെയുള്ള വചനങ്ങൾ നമുക്ക് ദീർഘമാണ്, എങ്കിലും നമുക്ക് അത് വായിച്ച് കേൾക്കാം. ഒരുമിച്ച് വായിക്കാം. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ലോകത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം പറയാം, ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ആരും ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള സാഹചര്യങ്ങൾ, കൂദാശ ജീവിതം, ബൈബിൾ, സഭ, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാനുള്ളത് എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഒഴികഴിവില്ല. ഇനി ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. എന്നിട്ട് 18-ാമത്തെ വചനത്തിൽ ആദ്യം പറയുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ഒഴികഴിവില്ല എന്ന് പറയുക. അടുത്തത് 21-ാമത്തെ വചനം, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഇപ്പം ദൈവത്തിന് വചനം പറയാം, ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തിന് മഹത്വം നൽകേണ്ടവർ, അതുപോലെ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടവർ പ്രകാശിപ്പിക്കാതെ, നന്ദി പറയാതെ യുക്തി വിചാരങ്ങൾ കൊണ്ടും യുക്തിപരമായ കാര്യങ്ങളിലൂടെ കടന്നു വന്ന് ഹൃദയം അന്ധകാരത്തിലാണ്ടു. ജ്ഞാനികളാണ് എന്ന് അവകാശപ്പെടും, എന്നാൽ അന്യദൈവ ആരാധനയിലൂടെയും തെറ്റായ പ്രവർത്തനങ്ങളിലൂടെയും വിഗ്രഹാരാധനയിലൂടെ എല്ലാം കടന്നു വന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ തകർച്ച വന്നു. ആ തകർച്ച എന്താണെന്ന് 24-ാമത്തെ വചനം പറയുകയാണ്. ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തിയിലൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഒരുമിച്ച് വായിക്കാം. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അവർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു. അപ്പോൾ ദൈവത്തിന് വചനം പറയുക, ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തിന് മഹത്വം നൽകുന്നതിലും ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജമായ വഴികളിലൂടെ കടന്നുപോയതിൻ്റെ പരിണിത ഫലമായി ദൈവം നിന്ദ്യമായ വികാരങ്ങൾക്ക്
വിട്ടുകൊടുത്തു. സ്ത്രീകൾ സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് സ്ത്രീകളോട് ശയിക്കും, പുരുഷന്മാർ സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പുരുഷന്മാരോട് ശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ലീവിങ് ടുഗദർ. ലീവിങ് ടുഗദർ ഇന്ന് കൂടി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സെയിം സെക്സ് മാര്യേജസ് വേണമെന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ, ലീവിങ് ടുഗദർ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് എനിക്കറിയാവുന്നൊരു കേസ്, ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ അവൾ ഡോക്ടറാണ്, PG കഴിഞ്ഞു, അവളുടെ കല്യാണം ആലോചിച്ചു. ആര് പറഞ്ഞാലും കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. അച്ഛൻ എന്നെ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നതെന്ന് എന്നോട് ചോദിച്ചു. അതൊക്കെ എൻ്റെ കാര്യമല്ലേ ചോദിച്ചു. എൻ്റെ കാര്യമല്ലേ കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ള ഞാനല്ല തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് അച്ഛൻ എന്താ കുഴപ്പം, എൻ്റെ അപ്പൻ എന്താ കുഴപ്പം? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിയാണ്, അവളെ ഒന്ന് പറഞ്ഞു എൻ്റെ കല്യാണമൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആരോടും ചോദിച്ചു, എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു പെണ്ണാന്ന് പറഞ്ഞു, ഒരു ഡോക്ടറാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചാണ് MBBS വന്നതും PGക്ക് പോയതും. അന്ന് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നെ ആർക്കാ കുഴപ്പമെന്നാണ് ചോദിച്ചത്. അപ്പം അത്രമാത്രം ഇതൊക്കെ പറഞ്ഞാൽ ഇന്നിങ്ങനെയാണ്. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർക്ക് കല്യാണം നടക്കുന്നില്ല. നടക്കാത്തതിന് ഈ അമ്മ എന്നെ വിളിച്ചു. ഈ തെക്കൻ സൈഡിൽ നിന്നാണ്, എവിടെയാന്ന് പറയുന്നില്ല. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മകന് 35 വയസ്സായി. അവൻ PG എല്ലാം കഴിഞ്ഞു, ഡോക്ടർ. ഇവൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് 35 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞു. താഴെ 3 ചെറുക്കന്മാർ വേറെയുണ്ട്. അതുകൊണ്ട് ഇവൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് അവരുടെ കല്യാണം നടക്കുന്നില്ല. ആദ്യം മോളിൽ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. ഇവൻ ജന്മം ചെയ്ത കല്യാണം സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു. എന്തായാലും ഈ അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി, എന്നാൽ ഈ ഡോക്ടറോട് ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ആണല്ലോ കല്യാണം നടക്കുന്നുണ്ട്, എന്നാൽ അവനോടൊന്ന് സംസാരിക്കാം, അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറഞ്ഞു, ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിക്കാമെന്ന് നമ്പർ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. ഈ ഡോക്ടർ എന്നെ വിളിച്ചു, ഗൾഫിൽ നിന്ന് വിളിച്ചു, ദുബായിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അച്ഛൻ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. താഴെയുള്ള 3 മക്കളോട്, അനിയന്മാരോട് കല്യാണം വേണം നടത്തിക്കോളാൻ പറയും. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തേന്ന് ചോദിച്ചു. അത് ഇവ പറയാണ്, ഞാനിപ്പോൾ അവിടെ എൻ്റെ കൂടെ വേറെ ഒരുത്തരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് വേറെ കല്യാണമൊന്നും വേണ്ട, എൻ്റെ സെയിം സെക്സ് മാര്യേജ് പണ്ടേ കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയോട് പറയണം, താഴെ 3 പേരോട് കല്യാണം നടത്താനുള്ള കാര്യം അമ്മ നടത്തി കൊടുക്കാൻ പറയാൻ പറഞ്ഞു. എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. അവൻ ഫോൺ വെച്ചു. നെറ്റ് ഫോൺ, അതിന് വിളിക്കാൻ പറ്റുമോ? ഈ അമ്മ ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോകം. ഇതാണ്. എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണ് സംഭവം. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഇടവപ്പെട്ട ഒരു നല്ലൊരു ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ല ചെറുക്കൻ, ഒരു പാവം ചെറുക്കൻ. അപ്പോൾ ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസം പോലും ആയിട്ടില്ല. 6 മാസം പോലും ആകുന്നതിന് മുമ്പ് എൻ്റെ ഇടവപ്പെട്ട ഒരു ചേട്ടൻ എന്നെ വിളിച്ചു, ഇവനൊരു കല്യാണം ആലോചിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എറണാകുളം വന്ന ഒരാൾ വിളിച്ചു ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 6 മാസം പോലും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അത് പഴയത് വല്ല പ്രൊപ്പോസൽ കിടക്കുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇടവപ്പെട്ട വേറൊരു ചേട്ടനെ വിളിച്ച് എറണാകുളത്ത് ചോദിച്ചതിൻ്റെ പേരിൽ അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ലല്ലോ, 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ തെറ്റി വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 2 മാസം ഏതാണ്ട് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഈ ചെറുക്കൻ്റെ അപ്പൻ ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ആ കല്യാണം ഫ്ലോപ്പായിപ്പോയി. കല്യാണം ഫ്ലോപ്പായി. അപ്പം ഞാൻ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. ഇവർ വലിയ ബിസിനസ്സുകാരായിരുന്നു, ബിസിനസ്സൊക്കെ പൊളിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് പൊളിഞ്ഞ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് കെട്ടാൻ തീരുമാനിച്ചു. എറണാകുളം ഭാഗത്താണ്. അങ്ങനെ കെട്ടി. അപ്പോൾ ഇതെല്ലാം കല്യാണം കഴിഞ്ഞ് ഈ ചേട്ടൻ എന്നോട് പറയുകയാണ്, ഫസ്റ്റ് ദിവസം കല്യാണം കഴിഞ്ഞ ദിവസം ഈ പെണ്ണ് പറഞ്ഞു, എൻ്റെ ശരീരത്തെ തൊട്ടേക്കരുതെന്ന് പറഞ്ഞു. 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം കഴിഞ്ഞു, അങ്ങനെ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസം ഓരോ ഉടായിപ്പ് കൂടി പറയും.
ഓരോ ദിവസവും ഓരോ കൂടെ പറയും. 2 മാസമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം കഴിഞ്ഞ സമയത്താണ് അപ്പൻ എന്തൊരു അസുഖം വന്നു, ബൈക്കിൽ നിന്ന് വീണു. അസുഖമല്ല, ബൈക്കിൽ നിന്ന് വീണു, കാല് ഡ്രസ്സ് ചെയ്യണം. അതുകൊണ്ട് ഇവള് അവിടെ രണ്ടുപേരും IT എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് എറണാകുളത്ത് കാക്കനാട് താമസിക്കുകയാണ്. അപ്പോൾ ഇവളുടെ വീട് അവിടെ അടുത്തൊരു പരിസരത്താണ്. അതുകൊണ്ട് ഇവളെന്നും വൈകുന്നേരം അപ്പനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകും, ലേറ്റായിട്ട് വരും, അല്ലെ വരില്ല. അങ്ങനെ ഒരു ബന്ധമില്ലെന്നായി. ഇപ്പം 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഇവൻ ഒരു ദിവസം പോകണമെന്ന് പറഞ്ഞപ്പം വാതിലടച്ചിട്ട് പൂട്ടിയിട്ടു. ഇന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി വഴക്കായി, പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, അതെ, എനിക്ക് ഈ കല്യാണമൊന്നും പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടിട്ട് നടന്നതല്ല, ഇത് അപ്പൻ്റെ നിർബന്ധത്തിന് വേണ്ടി നടത്തിയതാണെന്ന് പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ നിർബന്ധം. എന്നിട്ട് പറയാണ്, ഈ കല്യാണം ഒന്നും വേണ്ട, ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നെ ആദ്യത്തെ ഒരു കല്യാണം കഴിപ്പിച്ച് അത് ഡൈവോഴ്സ് ആക്കിയതാണ്. പക്ഷേ ഞാൻ ഇന്ന് ജീവിക്കുന്ന വേറെ ഒരുത്തിയോട് കൂടിയാണ്. അതുകൊണ്ട് നിൻ്റെ കൂടെ ഒന്നും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. ആ കല്യാണം അതങ്ങനെ അവസാനിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട്, ഒരിക്കലും അങ്ങനെ നടക്കില്ല, 2 വർഷം മാറി നിൽക്കാതെ ഒരു കല്യാണം ഡൈവോഴ്സായി കിട്ടില്ല. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് 1 വർഷം പോലും എടുക്കുന്നതിന് മുമ്പ് ഈ സിവിൽ ഡൈവോഴ്സും കിട്ടി. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട്. ഈ ചേട്ടൻ സ്ഥിരം പള്ളി വന്നിരുന്നും നിത്യാരാധന വന്നിരുന്നും ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തും രാവിലെ 4 മണിക്കും 3 മണിക്കും ഏറ്റു വരും, പള്ളി വരും. ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് രാവിലെ 3 മണിക്ക് പള്ളിയിരിക്കുമ്പം ഏറ്റു വരുമായിരുന്നു. ഈ ചേട്ടൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്തോ 7-8 മാസത്തിനുള്ളിൽ സിവിൽ ഡൈവോഴ്സ് കിട്ടി. അത് കഴിഞ്ഞ് അരമന കോടതി കൊണ്ടുപോയി കൊടുത്തു. ഇത് ശരിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. എന്തായാലും 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സിവിൽ കോർട്ട്, അരമന കോടതി അത് ഇൻവാലിഡേറ്റ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കല്യാണം ഇവിടെ പള്ളി വെച്ച് കെട്ടാനുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എറണാകുളം ഭാഗത്തുനിന്ന് ഒരു ചേട്ടൻ കയറി വന്നു എൻ്റെ അടുത്ത്. അപ്പം എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇന്നയാളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നാണ്, അവൻ്റെ കേസുകളെല്ലാം കഴിഞ്ഞെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് നടത്തിയാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പോൾ നല്ല പയ്യനാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. എന്തേലും ചോദിച്ചു. അവൾ ബാങ്ക് മാനേജറായിരുന്നു, ഒരു ബാങ്കിൻ്റെ. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അദ്ദേഹം പറയുകയാണ്, ഫസ്റ്റ് ഡേയിൽ, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേറ്റിൽ രാത്രിയായപ്പോൾ അന്ന് അവളെ കെട്ടിയ ചെറുക്കൻ പറഞ്ഞു, ഞാൻ UK നിന്ന് വന്നാണ്, UK പഠിച്ച PhD ഒക്കെ കഴിഞ്ഞ് അവിടെ ജീവിക്കുകയാണ്. ഇവനെ ഈ ലിപ്സ്റ്റിക്സൊക്കെ പൂശി ഇവനെ പെണ്ണുങ്ങൾ നടക്കുന്നല്ലോ ഇവൻ നടക്കുള്ളൂ. അപ്പോൾ ഇവൻ പറയുകയാണ്, ഫസ്റ്റ് നൈറ്റിൽ ഇവളോട് പറഞ്ഞെന്ന് പറഞ്ഞു, നീ നിലത്തിറങ്ങി കിടന്നോണം, കട്ടിലേക്ക് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമില്ല, സ്ത്രീകളെ ഇഷ്ടമുള്ളെന്ന് പറഞ്ഞു. പുരുഷന്മാരെ ഇഷ്ടമില്ല, സ്ത്രീകളെ ഇഷ്ടമുള്ള, അതുകൊണ്ട് നീ താഴെ കിടന്നോളാൻ പറഞ്ഞു. താഴെ കിടന്നു. 2-ാം ദിവസം ഇത് തന്നെ, 3-ാം ദിവസം ഇത് തന്നെ. ഇത് കഴിഞ്ഞോടുകൂടി ഇവളുടെ അമ്മയോട് കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഏതാണ്ട് 3-ാം ദിവസം 4-ാം ദിവസം ആയതോടുകൂടി ഇത് അവസാനിപ്പിച്ചു. അങ്ങനെ അവളുടെ എല്ലാം ക്ലിയറായി ഇരിക്കുന്ന ഈ പെൺകുട്ടി. എന്നാലും പിന്നീട് ആ കല്യാണം നടന്ന് ഇവരിങ്ങനെ രക്ഷപ്പെട്ടു. ഇപ്പോൾ നല്ല രീതിയിൽ അവർ ഈ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമ്മൾ ഒന്നുകൂടി വായിച്ചേ, ഈ 24 മുതൽ ഒന്ന് വായിച്ചു നോക്കുക, അന്നേരം അറിയാം. ഈ വക കേസുകൾ ഇന്ന് കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവനെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്ന അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്ക് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദൂഷണം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും.
അപ്പം ദൈവത്തെ ഉപേക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ ഒരു നീണ്ട പട്ടികയുണ്ട് എന്ന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവൻ്റെ മഹത്വം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വരുമ്പോൾ അതുപോലെ 401 നമ്മൾ പറഞ്ഞ കാര്യം ഇതാ: പാപത്തെ തുടർന്ന് സാർവത്രികമായി മനുഷ്യവംശം അജീർണതയ്ക്ക് ഇരയാകുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തല ഉയർത്തുന്നുണ്ട്. ദൈവത്തിന് വചനം പറയാണ്, പാപം തല ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ പാപത്തിന് വശംവദരായി മാറുന്നവർ അവരവരുടെ മഹത്വം തിരിച്ചറിയുന്നില്ല. അപ്പം അതുകൊണ്ട് മനുഷ്യമഹത്വം തിരിച്ചറിയാൻ യേശുവിലേക്ക് ഒരു വ്യക്തി കടന്നു വരണം. യേശുവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വം വീണ്ടെടുക്കാൻ പറ്റും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ, അവിടെ 4 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 4 കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുക. നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ മഹത്വം വീണ്ടെടുക്കാൻ ഈശോ സഹായിക്കും എന്ന് പറയുകയാണ്. 4 മുതൽ വചനങ്ങൾ നമുക്ക് വായിക്കാം. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന് ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിനും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ മഹത്വം വീണ്ടെടുക്കാൻ യേശുവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കൃപയൊഴുകാൻ തുടങ്ങും. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ 4 കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, വചനത്തിലും വിജ്ഞാനത്തിലും ഈശോ നമ്മെ സമ്പന്നരാക്കും. ദൈവവചനത്തിലും അതുപോലെ ദൈവികമായ ജ്ഞാനത്തിലും നമ്മെ സമ്പന്നരാക്കും. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ആത്മീയ ദാനങ്ങളുടെ ഒരു സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും. ആത്മീയ ദാനങ്ങൾ ജീവിതത്തിൽ നിറയപ്പെടും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ അവസാനം വരെ കുറ്റമറ്റ വിധം ജീവിക്കാൻ ഈശോ സഹായിക്കും. കുറ്റമറ്റ വിധം ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കാൻ സംതൃപ്തിയോടെയുള്ള ഒരു ജീവിതം, മരണം, ഇതെല്ലാം ഉണ്ടാകും. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുവിൻ്റെ സഹവാസം നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവീയ മഹത്വം വീണ്ടെടുത്ത് ആത്മീയമായ കൃപാവരങ്ങൾ കൊണ്ട് ഈശോ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കും. വചനത്തിൻ്റെ സമൃദ്ധി നമുക്ക് തരും. ആത്മീയ ദാനങ്ങളുടെ സമൃദ്ധി ജീവിതാവസാനം വരെ കുറ്റമറ്റ വിധത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ നിരന്തരമായ സഹവാസം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവമഹത്വം വീണ്ടെടുക്കാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ മഹത്വം വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും ശക്തി സംഭരിച്ച് കൂടുതൽ സന്തോഷത്തിലും കൃപയിലും വളരുന്നവരായി മാറാൻ നമ്മെ ഈശോ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് 2 കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിൻ്റെ വലിയ ഒരു കൃപയുടെ അഭിഷേകം ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.